അടുത്ത പാരഗ്രാഫ് രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ നമ്മൾ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പാരഗ്രാഫ് നോക്കാം. മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഇപ്പോൾ നോക്കുന്നില്ല. ഓൺ കില്ലിങ് എ ട്രീ എന്നുള്ള ആ പാരഗ്രാഫാണ്. ഓൺ കില്ലിങ് എ ട്രീ included in the collection poems which was launched by the famous poet Nissim Ezekiel describes man's cruelty to trees, symbolic of nature with irony and detachment. ഇവിടെ ഓൺ കില്ലിങ് എ ട്രീ എന്നുള്ള നമ്മുടെ ഈ കവിത അത് ഒരു കവിതാ സമാഹാരത്തിലാണ് വരുന്നത്. പോയംസ് എന്ന കവിതാ സമാഹാരത്തിലാണ് അത് ലോഞ്ച് ചെയ്തത്, പുറത്തിറക്കിയത് അതിമഹാനായിട്ടുള്ള കവിയായ നിസിം എസക്കിയൽ എന്നുള്ള വിശ്വവിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഇവിടെ മനുഷ്യൻ്റെ മരത്തിന് നേരെ, കാടിന് നേരെ, പ്രകൃതിക്ക് നേരെയുള്ള മനുഷ്യൻ്റെ ക്രൂരതയെക്കുറിച്ചാണ് ഈ കൃതിയിൽ പറയുന്നത്, ഓൺ കില്ലിങ് എ ട്രീയിൽ. അതേസമയം ഐറണി അഥവാ വിരുദ്ധോക്തി വരുന്നുണ്ട്. ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ള അലങ്കാരം അല്ലെങ്കിൽ രീതി വരുന്നുണ്ട്. ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചിട്ട് കവിത തുടങ്ങേണ്ട മുമ്പ് പറഞ്ഞു തരാം. The step-by-step process in annihilating the tree is minutely portrayed in the poem. ഇവിടെ മരത്തെ വധിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്. പടിപടിയായിട്ടാണ് മരത്തെ നശിപ്പിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായിട്ട് കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. The tree has grown slowly consuming the earth. മരം ഇവിടെ വളർന്നിട്ടുള്ളത് ഭൂമിയിലുള്ള പല കാര്യങ്ങളും വലിച്ചെടുത്തിട്ടാണ്. It has become strong absorbing air. മരം വളരെയധികം ശക്തമാണിപ്പോൾ. വായുവും വെള്ളവും സൂര്യപ്രകാശമൊക്കെ വലിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു അധികായ രൂപമാണ് ശരിക്ക് മരം അങ്ങനെ ആയിട്ടുണ്ട്. ഇറ്റ് ഹാസ് റൂട്ടഡ് ഇറ്റ് സെൽഫ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. അത് വളരെ അഗാധത്തിലേക്ക്, വളരെ ആഴങ്ങളിലേക്ക്, മണ്ണിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിൻ്റെ വേരുകൾ. Hence mere acts of hacking and chopping cannot destroy the tree. അതുകൊണ്ട് വെറുതെ കഷ്ണം വെട്ടിയാലോ അല്ലെങ്കിൽ വെട്ടിമുറിച്ചാലൊന്നും ആ മരത്തെ നശിപ്പിക്കാൻ സാധിക്കില്ല. It has remarkable powers of resilience. അതിന് പുനർജീവനത്തിനുള്ള, റെസിലിയൻസ് എന്നാൽ പുനർജീവിക്കുക അല്ലെങ്കിൽ വീണ്ടും ജീവിക്കുക, അതിൻ്റെ ശക്തിയുണ്ട് അതിന്. So man decided to pull out the root itself and cuts the tree into convenient pieces. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? തീർച്ചയായും ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ വേരോടെ കൂടി അതിനെ വലിച്ചു പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ മരത്തിനെ വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കണം. Torture of the felled tree continues, scorching and chopping it in the sun and air by browning and hardening it through various chemical processes. അങ്ങനെ മരത്തെ ധാരാളം ഉപദ്രവത്തിന് വിധേയമാക്കി വീണ് കിടക്കുന്ന മരത്തിനെ അതിനെ ശ്വാസം മുട്ടിച്ച് ഉണക്കി
അങ്ങനെ സൂര്യപ്രകാശത്തിലും കാറ്റിലുമിട്ട് അതങ്ങനെ തവിട്ട് നിറമായി പരുക്കനായി അങ്ങനെ വിവിധ രാസപ്രക്രിയയിലൂടെ അത് നശിക്കാൻ കാരണമാകുന്നു. Man is not unaware of the benefits of tree in life. മനുഷ്യന് ശരിക്ക് പറയാണ്, മനുഷ്യന് ശരിക്ക് മരത്തിൻ്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നുമല്ല. But his greed for wealth has made him utterly callous. പക്ഷേ പണത്തിനോടുള്ള അത്യാർത്തി, സമ്പത്തിനോടുള്ള അത്യാർത്തി മനുഷ്യനെ ദുഷ്ടനാക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇൻസെൻസിറ്റീവ്, ബുദ്ധിയില്ലാത്തവനാക്കി മാറ്റിയിട്ടുണ്ട്. So the poem provides step by step instruction for destroying the tree. ഇവിടെ കവിതയിൽ കാണിക്കുന്നത് മരത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വധിക്കുക എന്നുള്ള കാര്യമാണ്. ഇറ്റ്സ് ഇംപ്ലൈഡ് മെസ്സേജ് ഈസ് അഗെയിൻസ്റ്റ് കില്ലിംഗ് ട്രീസ്. പക്ഷേ ശരിക്കുള്ളതിൻ്റെ അർത്ഥം മരത്തിനെ വധിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് ശരിക്കും ഇവിടെ പറയുന്നത്. The poem underlines the resilience of nature in spite of human violence against it. കവിത അടിവരയിട്ട് കാണിച്ചു തരുന്നത് പ്രകൃതിയുടെ പുനർജീവന ശക്തിയെയാണ്. മനുഷ്യന്മാർ എത്ര ഉപദ്രവിച്ചാലും പ്രകൃതി അതിൻ്റെ വഴി കണ്ടെത്തും. പ്രളയം നമുക്ക് പഠിപ്പിച്ചത് അതാണ്. നമ്മൾ തടയണ കെട്ടി വിമാനത്താവളം ഉണ്ടാക്കി നദിയെ തടഞ്ഞു നിർത്തിയാലും ശരി, നദി അതിൻ്റെ വഴി അവസാനം കണ്ടെത്തും. നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ കേസിൽ നമുക്കത് അറിവുണ്ടായിരിക്കും. 2018 പ്രളയ സമയത്ത് ആ തോട് വന്ന് അതിൻ്റെ വഴി കണ്ടെത്തി എയർപോർട്ടിൻ്റെ ഒരു ഭാഗം തകർത്തിട്ടാണ് ആ തോട് ഒഴുകിയിരുന്നത്. പട്ടേൽ എംപ്ലോയ്സ് irony and sarcasm. Simplified messages against killing trees. പറയാണ്, the poem underlines the resilience of nature and spite of human violence against it. അപ്പോൾ പ്രകൃതിയുടെ റെസിലിയൻസ് നേച്ചറാണ് അതിൽ കാണിച്ചു തരുന്നത് പറഞ്ഞു കഴിഞ്ഞു. പട്ടേൽ എംപ്ലോയ്സ് irony and sarcasm to convey his anger against environmental destruction. പട്ടേൽ ഇവിടെ വിരുദ്ധോക്തി, പരിഹാസം എന്നീ കാര്യങ്ങൾ ഒരുപോലെ ഉപയോഗിച്ച് തൻ്റെ ദേഷ്യം കാണിക്കുന്നു. പരിസ്ഥിതിയെ തകർക്കുവാൻ വേണ്ടി മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ. However, the poem is open for multiple interpretations. ഈ കവിതയിൽ ഇത് മാത്രമല്ല അർത്ഥങ്ങൾ വരുന്നത്, പല കാര്യങ്ങളും കൂടി, വേറെ പല കാര്യങ്ങളും ഈ കവിതയിൽ വരുന്നുണ്ട്. It seems to speak of persistence if we want to eradicate a problem. അതായത് ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ പടിപടിയായി നമ്മൾ ശ്രമിച്ചാൽ ഏത് പ്രശ്നവും പരിഹരിക്കാമെന്നാണ് മറ്റൊരു അർത്ഥം ഇതിൽ കവിതയിൽ വരുന്നത്. The source of the problem needs to be removed for its total eradication. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരിനെ ഇല്ലാതാക്കണം എന്നും പറഞ്ഞു തരുന്നുണ്ട് ഈ കവിതയിലൂടെ. The language of on killing a tree is simple. നമ്മുടെ കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്. മാത്രമല്ല അതിൻ്റെ ആ ഭാഷാശൈലിയൊക്കെ റിമാർക്കബിൾ ഇവോക്കേറ്റീവ് പവർ, വളരെ ശക്തമായ, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ വിളിച്ചുണർത്തുന്ന ശക്തിയുള്ള അത്രയും നല്ല ഭാഷയാണ്. The poem is an apt commentary on major environmental issue, mindless deforestation that human beings face today. ഇവിടെ കവിത തീർച്ചയായിട്ടും പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയണത്.
അതായത് ഭ്രാന്തമായ രീതിയിൽ ഇന്ന് നമ്മൾ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന വനനശീകരണത്തെ എടുത്തു കാണിക്കുകയാണ് കവിതയിൽ. നമ്മുടെ കവിതയിലൂടെ. Quite characteristic of Patel, the tone of the poem is flat. പട്ടേലിൻ്റെ ഇവിടെ നമ്മുടെ മഹാനായിട്ടുള്ള എഴുത്തുകാരൻ ജി പട്ടേലിൻ്റെ മറ്റ് കവിതകളെ പോലെ തന്നെ ഈ കവിതയുടെ ധ്വനിയും വളരെ ഫ്ലാറ്റായ നേരെയുള്ള രീതിയാണ്. ഡിസ്പാഷനേറ്റ്, വൈകാരികതയ്ക്ക് അതീതമായ വാസ്തവങ്ങൾ കാണിച്ചിരുന്ന കവിതയാണ്. ഈവൻ ഓഫ് ആൻ വേ ഓഫ് എനി അറ്റംപ്റ്റ് to ennoble, rectify or sentimentalize the subject matter. അങ്ങനെ അതിമനോഹരമായി കവിത അവതരിപ്പിച്ചിരിക്കുന്നു.